എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രാവൻകൂർ ലൈഫ് കെയർ എന്ന ഓർഗനൈസേഷനെയാണ്. ഞങ്ങൾ 3 മേഖലകളിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 അസിസ്റ്റഡ് ലിവിംഗ് കെയർ സെൻറ്റർ, 2 ട്രാവൻകൂർ ലൈഫ് കെയർ ക്ലിനിക്, 3 ഹെൽത്ത് കെയർ സർവീസസ് ഇൻ സീനിയർ ലിവിംഗ് ഫെസിലിറ്റീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സീനിയർ ലിവിംഗ് ഫെസിലിറ്റീസിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് വേൾഡ് ഓവർ നടക്കുന്ന ഒരു ഫിനോമിനയാണ് പോപ്പുലേഷൻ ഏജിങ് എന്നത്. ജനസംഖ്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യ, അതിൽ നമ്മുടെ കൊച്ചു കേരളം, അവിടെ സീനിയേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു എന്നതിൽ വിരോധാഭാസമൊന്നുമില്ല. എന്നാൽ ഈ മുതിർന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രായമായി വരുന്ന ആൾക്കാർക്ക് ഡിഗ്നിഫൈഡ് വേയിൽ ഒരു ക്വാളിറ്റി ലൈഫ് പ്രൊവൈഡ് ചെയ്യാനുള്ള റിസോഴ്സിൻ്റെ അപര്യാപ്തതയാണ് ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ആക്ച്വലി നമ്മളത് റിയലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അവിടെയാണ് സീനിയർ ലിവിംഗ് ഫെസിലിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം നിങ്ങൾ ഒരിക്കൽ ഒരു സീനിയർ ലിവിംഗ് ഫെസിലിറ്റിയിൽ അഡ്മിറ്റഡ് ആയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഇൻ്റർ പ്രൊഫഷണൽ ഹോളിസ്റ്റിക് കെയർ ആണ്. ഈ ഫെസിലിറ്റികളിൽ ലഭിക്കുന്ന സർവീസസിനെ നമുക്ക് 2ആയിട്ട് പറയാം. 1 ബേസിക് സർവീസസ്, 2 നഴ്സിംഗ് കെയർ. ബേസിക് സർവീസസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഭവനത്തിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ആ വ്യക്തിക്ക് വേണ്ടുന്ന പേഴ്സണൽ നീഡ്സ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫുഡ് വരും, ലോണ്ട്രി വരും, ഹൗസ് കീപ്പിംഗ് വരും, മെയിൻ്റനൻസ് വരും, ലാൻഡ്സ്കേപ്പിംഗ് വരും. ഇങ്ങനെ ബേസിക്കായിട്ട് ഒരു വ്യക്തി ഭവനത്തിൽ താമസിക്കുമ്പം അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെടേണ്ട പല കാര്യങ്ങൾ. ബേസിക് കെയർ സർവീസസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സർവീസാണ് നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിൻ്റെ സൂപ്പർവിഷനിൽ കെയർ ഗിവേഴ്സിൻ്റെ സപ്പോർട്ടോടെ ലഭിക്കുന്ന സർവീസസാണിത്. ഇത് തന്നെ നിങ്ങൾക്ക് വിവിധ തലങ്ങളിൽ ലഭ്യമാണ്. 1 നീഡ് ബേസ്ഡ് അല്ലെങ്കിൽ ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള സർവീസ്. നിങ്ങൾക്ക് ബേതിങ്ങിന് മാത്രം, ഒന്നെങ്കിൽ കുളിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ദൂരം നടത്താൻ, നിങ്ങൾക്കൊരു കുറച്ച് സമയം സംസാരിക്കാൻ ഒക്കെ ആൾ മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് സർവീസസ് ലഭിക്കും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പാനിയൻഷിപ്പ്. അത് ഐദർ ഡേ ഓർ നൈറ്റ് മാത്രം മതി. നിങ്ങൾക്ക് തനിയെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, തനിയെ കിടന്നുറങ്ങാൻ പേടിയാണ്, അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്കൊരു കമ്പാനിയൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇല്ല, നിങ്ങൾക്ക് വേണ്ടത് 24/7 അത്രയും ക്രൂഷ്യലായിട്ടുള്ള, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു കെയർ നീഡാണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ മീറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയ ഓപ്ഷൻസ് ആസ് പെർ യുവർ നീഡ്. എന്താണോ നിങ്ങളുടെ കെയർ നീഡ് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സർവീസസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഞങ്ങളുടെ ഫെസിലിറ്റീസിൽ ഒരു ഹോളിസ്റ്റിക് കെയർ അപ്രോച്ചാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇൻ ഹൗസ് ഫിസിയോതെറാപ്പിസ്റ്റ്, ജെറിയാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, നഴ്സസ്, ഡയറ്റീഷ്യൻ തുടങ്ങിയവരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് തുടങ്ങിയ കൺസൾട്ടൻസി സർവീസസും നിങ്ങൾക്ക് ലഭിക്കും. സീനിയർ ലിവിംഗ് ഫെസിലിറ്റീസ് സീനിയർ കെയറിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കൾക്ക് ക്വാളിറ്റി ലൈഫ് എൻഷുർ ചെയ്യുന്നതിന് ഇതുപോലുള്ള ഫെസിലിറ്റീസിന് സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്.